അന്താരാഷ്ട്ര വനിതാ ദിനത്തിലെ അതിഥിയെ സ്വാഗതം ചെയ്യാം. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആശയങ്ങൾക്കപ്പുറം അവ പ്രായോഗികമാക്കുന്ന സിസ്റ്റംസ് കെട്ടിപ്പടുത്ത ബിസിനസ് ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൺസൾട്ടന്റ്, സിസ്റ്റംസ് ആർക്കിടെക്ട് എന്നീ നിലകളിൽ ശ്രദ്ധേയമായ എയ്ലറോൺ മാനേജ്മെന്റ് സിസ്റ്റംസിന്റെ സ്ഥാപകയും സിഇഒയുമായ ആശ ജോസഫ് തത്സമയം ചേരുകയാണ്. ആശയങ്ങൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അവ നടപ്പിലാക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ടാണ് സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന സംരംഭകയാണ് ആശ ജോസഫ്. ഹെൽത്ത് കെയർ മുതൽ എയ്റോസ്പേസ് വരെയുള്ള മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കരുത്തുറ്റ വനിതാ സംരംഭക ആശ ജോസഫ്. കേരള വിഷൻ ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒപ്പം വനിതാ ദിനത്തിന്റെ 1000 ആശംസകളും നേരുന്നു. ഇനി വനിതാ ദിനത്തിൽ അങ്ങനെയൊരു സിസ്റ്റംസ് ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വലിയ ഒരു സന്തോഷമുണ്ട്. സാധാരണയായി സ്ത്രീകൾക്ക് സർഗാത്മകമായ മേഖലകളിൽ തിളങ്ങുമ്പോഴും ബിസിനസ്, ഗവേണൻസ്, സിസ്റ്റംസ് ആർക്കിടെക്ചർ തുടങ്ങിയ സങ്കീർണമായ മേഖലകളിലേക്ക് കടന്നു വരുന്നത് കുറവാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ യാത്ര? ഞാൻ ആക്ച്വലി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് എന്റെ ഫാമിലി തന്നെയാണ്. ബിക്കോസ് ഒരു പഴയ കാലഘട്ടത്തില് അപ്പം അവിടെ നിന്ന് നമ്മൾ കണ്ടുപഠിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്ത്രീ ഒരിക്കലും അങ്ങനെ ആയിരിക്കാൻ പാടില്ല. എപ്പോഴും ഡിപ്പെൻഡഡ് ആയിട്ട് ജീവിക്കുന്ന, ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പം ഞാൻ ആ ചെറിയ കാലഘട്ടത്തിലെ ഇപ്പം എന്റെ മമ്മിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ, ഈവൻ പപ്പായുടെ അടുത്ത് പള്ളിയിൽ പോയി ഒന്ന് നേർച്ചയിടുന്നെങ്കിൽ 10 രൂപ വേണമെങ്കിൽ പപ്പായോട് ചോദിക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി എന്തുകൊണ്ട് സ്ത്രീക്ക് തനിയെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത കൊച്ചു കാലം മുതലേ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വളർന്നു, പഠിച്ചു. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എനിക്ക് തനിയെ പഠിക്കണം എന്നൊരു ചിന്ത വന്നു. ഞാൻ പഞ്ചാബിന് പോയി. അവിടെയും പഠിച്ചു വളർന്നു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരേക്ക് വന്നു. കേരളത്തിന് എന്തുകൊണ്ട് മാറണം എന്നൊരു തോട്ട് വന്നു. കേരളം എനിക്ക് വളരാൻ പറ്റിയൊരു മണ്ണല്ല എന്ന് മനസ്സിലാക്കി ഞാൻ പഠിച്ചു വളർന്നു. ബാംഗ്ലൂരിൽ പഠിച്ചു. മണിപ്പാലിലാണ് ബാക്കിയുള്ള എന്റെ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് പഠിച്ചു വളർന്നു വന്നു കഴിഞ്ഞപ്പം നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉറപ്പിക്കാൻ പറ്റി. അപ്പം നമ്മൾ വേറൊരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ സാലറി വാങ്ങിച്ച് വളർന്ന് നമ്മൾ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പം ഇനി എന്തുകൊണ്ട് എനിക്ക് തന്നെ കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല, ആ ഒരു സ്റ്റാൻഡിലേക്കാണ് നമ്മൾ വന്നത്. അപ്പം സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ എല്ലാവരും ഇന്നത്തെ കാലത്ത് സാലറി മോട്ടിവേറ്റഡ് ആയിട്ട് മാത്രം, സാലറിക്ക് വേണ്ടി മാത്രമായിട്ട് ജോലി ചെയ്യാൻ നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് എനിക്ക് എന്തുകൊണ്ട് ആന്റർപ്രണർ ആയിക്കൂടാ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ 2-3 കമ്പനികളിൽ, അത് 3 കോർപ്പറേറ്റ് കമ്പനിയിൽ മാത്രമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ കോർപ്പറേറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ലേണിങ്സ് ആണ് ഇന്നത്തെ എന്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. തീർച്ചയായും ആശയുടെ സ്ഥാപനമായ എയ്ലറോൺ മുന്നോട്ട് വെക്കുന്ന പ്രധാന ഒരു ആശയം എന്ന് പറയുന്നത് ആശയങ്ങളെക്കാൾ പ്രധാനം അവയുടെ നടത്തിപ്പാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് വിജയിക്കാൻ കേവലം പ്ലാനുകൾക്കപ്പുറം കൃത്യമായ ഒരു സിസ്റ്റം വേണമെന്ന ആശ ഇത്രയധികം നിർബന്ധം പിടിക്കുന്നത്? നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെക്കാൻ, ഇപ്പം ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അതിന്റെ ഓണർക്ക് അറിയാം ഇത് കൃത്യമായിട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. തീർച്ചയായും. പക്ഷെ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് എക്സിക്യൂഷൻ നടത്താൻ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ അകത്ത് സാങ്കേതിക ബുദ്ധിമുട്ട് വളരെ ഉണ്ട്. അപ്പം ആ ബുദ്ധിമുട്ടിനെ നമ്മൾക്ക് എങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ട്. അപ്പൊ നമ്മൾ കുറെ സിസ്റ്റംസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഓടിപ്പോകുമല്ല, അവരുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ എല്ലാ പെയിൻ പോയിന്റും കണ്ടറിഞ്ഞ് ഇത് എന്റെ സ്ഥാപനമാണ് എന്നുള്ള ആ ഒരു ഫീൽ എടുത്തിട്ടാണ് നമ്മൾ അതിനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അതിന് നമ്മളുടെ ഒരു ബേബി ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റുന്നത്. ബിക്കോസ് ഐ ലൈക്ക്, നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈവൻ 10 മാസം പെയിൻ എടുത്ത ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്ന ഒരു ഫീലോട് കൂടിയിട്ട് നമുക്കതിനെ, അവർക്ക് ഡെലിവറി കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. പിന്നീട് ഒരിക്കലും ഞാൻ ചെയ്ത എന്റെ സ്ഥാപനമാണ്, അവർ എന്റെ ക്ലയന്റ് ആണ് എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥതയോട് കൂടി പറഞ്ഞിട്ട് നമുക്ക് പോരാൻ പറ്റും. അവിടുന്ന് എപ്പോഴും കയറി ചെല്ലാൻ പറ്റും നമുക്കവിടെ.
തീർച്ചയായും ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ എയ്റോസ്പേസ് കമ്പനികൾ തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ ആശ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ, അതായത് കൊയിലി മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങിയവയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിലെ അരാജകത്വത്തെ മാറ്റി അവിടെ ഒരു വ്യക്തത കൊണ്ടുവരിക, ആ മാജിക് ഒന്ന് വിശദീകരിക്കാമോ? അതിന് പ്രത്യേകിച്ച് മാജിക് എന്ന് പറയാനൊന്നുമില്ല. ശരിക്കും നമ്മൾ അവരിൽ ഒരാളാണ്. കാരണം ഞാൻ എല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അവരിൽ ഒരാളാണ്. ഏറ്റവും താഴെ തട്ടിലേക്ക് ഇവൻ സെക്യൂരിറ്റി തൊട്ട് ആ ഒരു ലെവലിലേക്ക് ഇറങ്ങാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ പഠിച്ചതൊക്കെ അൺലൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് ഈ സിസ്റ്റം വിജയിക്കുന്നത്. അതാണ് ഞാനൊരു വലിയ കൺസൾട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറം അവിടുത്തെ സിസ്റ്റത്തിലുള്ള പ്രോബ്ലം എന്താണ്, അവർക്ക് എവിടെയാണ് നമ്മുടെ സപ്പോർട്ട് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരുടെ കൂടെ ഇപ്പം താഴെ പേപ്പർ കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കാനുള്ള, അതുപോലെ എടുത്ത് പേസ്റ്റ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആ സിസ്റ്റത്തിന് നമുക്ക് വളരാൻ പറ്റുള്ളൂ. തീർച്ചയായും. അതുപോലെ തന്നെ ഒരു പുതിയ കാലത്തെ വനിതാ സംരംഭകർക്ക് ആശ നൽകുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? വെറും സ്വപ്നങ്ങൾ കാണുന്നവരാകാതെ അത് പ്രായോഗികമാക്കുന്ന ലീഡർമാരായി വളരാൻ അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? സ്വപ്നങ്ങളെ കണ്ടും അത് പേപ്പറിൽ പറയുന്നത് വളരെ ഈസിയാണ്. പക്ഷെ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഓടണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മളൊരു സ്ഥാപനം ഇപ്പോ അതിനെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നിയമമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒത്തിരി ത്യാഗമുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ രീതിയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം നമ്മൾ ആ ക്യാമ്പ് ചില സ്ഥാപനങ്ങളുടെ മുന്നിൽ രാവിലെ 9 മണിക്ക് ചെല്ലുന്നുണ്ട്. വൈകുന്നേരം 6 മണി വരെ നമ്മൾ സിയോസിൽ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കണം. ആ സമയത്ത് അപ്പോഴും നമ്മൾ അവിടെ ഡെസ്പാകാതെ നമ്മള് ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, നമ്മൾ നോക്കുക, പഠിക്കുക. ആ സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനല്ലാതെ അപ്പോഴും നമ്മള് കൂടുതൽ പ്രോപ്പറായിട്ട് ചെയ്യുക. നമ്മുടെ മൈൻഡ് എടുത്തും ഡെസ്റ്റ് ആകാതെ അയക്കായിപ്പോ എനിക്കിത് എന്താ പറയുക ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്ന പറയുന്ന ഒരു മനസ്സിന്റെ ശക്തി, ആ ഒരു മൈൻഡ് പവറാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ആ ഒരു മൈൻഡ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റും. അതിനൊപ്പം നല്ല പ്രവർത്തനക്ഷമത വേണം, കഠിനാധ്വാനം വേണം, ശാന്തമായ ഒരു മനസ്സ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒന്നിനും ഒരു സൊല്യൂഷൻ ഒരിക്കലും ഒരു എന്താ പറയുക മുന്നോട്ടുള്ള ഒരു ഓട്ടമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ ഞാൻ കാണുന്നത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ഒരു സൂയിസൈഡിൽ പോകുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്. ഒരാളും നമുക്ക് സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പെൺകുട്ടികളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് വന്ന് ഒരിക്കലും ഒറ്റയ്ക്കല്ല, അവർക്ക് കഴിക്കാനായിട്ട് സപ്പോർട്ടായിട്ട് എപ്പോഴും ടൈലറോ പോലെ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും അതിനകത്തേക്ക് ഏതൊരു ലേഡിക്കും സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാകും, എന്റെ സ്ഥാപനം ഉണ്ടാകും. അതുപോലെ തന്നെ രണ്ടാമതും സ്ഥാപനം ചെയ്യാനുള്ള വളരെ പുതിയ സ്ഥാപനം ചെയ്യാൻ പറ്റുന്നവരാണ് അവരുണ്ടാകും. ഇതൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കർമ്മപദ്ധതിയിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ടത് മറ്റുള്ളവരല്ല, നമ്മളാണ്. അതിന് കഠിനാധ്വാനം ആവശ്യമാണ്. നമ്മുടെ സർക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് പിന്നെ ബാക്കിയുള്ള സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. തീർച്ചയായും ആശ, ഭംഗിയുള്ള പ്ലാനുകളേക്കാൾ പ്രധാനം അവ പ്രവർത്തിക്കാനുള്ള കരുത്താണ് എന്ന ആശയുടെ വാക്കുകൾ ഒരു പുതിയ തലമുറയ്ക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ് നൽകുന്നത്. ഈ ഒരു വനിതാ ദിനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചതിനും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. ആശയുടെ നേതൃത്വത്തിൽ എയർലോൺ ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഹാപ്പി വിമൻസ് ഡേ.